നമസ്കാരം. ബീഹാറിൻ്റെ മണ്ണിൽ ഇന്ത്യ സഖ്യത്തിന് കരുത്തേക്കിക്കൊണ്ട് ബീഹാറിലെ ജനകീയ നേതാക്കളിൽ ഒരാളായ പപ്പു യാദവ് അദ്ദേഹത്തിൻ്റെ ജൻ അധികാർ പാർട്ടിയെ കോൺഗ്രസിൽ ലയിപ്പിച്ചുകൊണ്ട് ഇന്ത്യ മുന്നണിക്ക് വലിയ രീതിയിലുള്ള കരുത്ത് പകരുന്നു. ബീഹാറിൽ സംസ്ഥാനത്തുടനീളം വലിയ രീതിയിലുള്ള ജനസ്വാധീനമുള്ള പപ്പു യാദവിൻ്റെ ജൻ അധികാർ പാർട്ടി കോൺഗ്രസിൽ ലയിച്ചു. കോൺഗ്രസ് ദേശീയ ആസ്ഥാനത്ത് വെച്ച് നടന്ന ചടങ്ങിൽ കോൺഗ്രസിൻ്റെ പ്രമുഖരായ ദേശീയ നേതാക്കളുടെ സാന്നിധ്യത്തിൽ പപ്പു യാദവ് തൻ്റെ ജൻ അധികാർ പാർട്ടിയെ കോൺഗ്രസിൽ ലയിപ്പിച്ചു. വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പൂർണിയ ലോക്സഭാ മണ്ഡലത്തിൽ നിന്നും അദ്ദേഹം കോൺഗ്രസ് ടിക്കറ്റിൽ ലോക്സഭയിലേക്ക് മത്സരിക്കാൻ ഒരുങ്ങുകയാണ്. പപ്പു യാദവ് കൂടി ഇന്ത്യ മുന്നണിയിലേക്ക് എത്തിയതോടുകൂടി ബീഹാറിൽ NDAക്കെതിരെ ശക്തമായ പോരാട്ടത്തിനൊരുങ്ങുകയാണ് ഇന്ത്യ മുന്നണി. കോൺഗ്രസും RJDയും ഇടതുപക്ഷ പാർട്ടികളും ഒന്നിക്കുന്ന ഇന്ത്യ മുന്നണിയിലേക്ക് പപ്പു യാദവിൻ്റെ ജൻ അധികാർ പാർട്ടി കോൺഗ്രസിൽ ലയിപ്പിച്ചതോടുകൂടി വലിയ രീതിയിലുള്ള ആത്മവിശ്വാസവും കരുത്തും ശക്തിയുമാണ് ബീഹാറിൽ ഇന്ത്യ മുന്നണിക്ക് ലഭിച്ചിരിക്കുന്നത്. ബീഹാറിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ NDA സഖ്യത്തിനെതിരെ ശക്തമായ പോരാട്ടത്തിനൊരുങ്ങുകയാണ് ഇന്ത്യ സഖ്യം. പപ്പു യാദവിൻ്റെ ജൻ അധികാർ പാർട്ടിക്ക് ബീഹാറിൻ്റെ പല മേഖലകളിലും വലിയ രീതിയിലുള്ള സ്വാധീനമുള്ള പാർട്ടിയാണ്. ജൻ അധികാർ പാർട്ടിയിലൂടെ ഒരുപാട് യുവ നേതാക്കളെ സൃഷ്ടിച്ച പപ്പു യാദവ് തൻ്റെ പാർട്ടി കോൺഗ്രസിൽ ലയിപ്പിച്ചതോടുകൂടി കോൺഗ്രസിനെ ബീഹാറിൽ നഷ്ടമായ അടിത്തറ വീണ്ടെടുക്കാൻ കഴിയും എന്നാണ് കോൺഗ്രസ് ദേശീയ നേതൃത്വം ഇതിലൂടെ വിലയിരുത്തുന്നത്. പപ്പു യാദവ് കടന്നു വരുന്നതോടുകൂടി കോൺഗ്രസിനെ ബീഹാറിൻ്റെ സമസ്ത മേഖലകളിലും സ്വാധീനം വീണ്ടെടുക്കാൻ കഴിയും